ഹലോ എവറിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്കാലത്തെ ഇന്ത്യൻ വ്യവസ്ഥ, എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, പാർട്ട് 1. ഓക്കെ. സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വികസനവും അതിന്റെ അടിസ്ഥാന സവിശേഷതകളുമാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1757 പ്ലാസി യുദ്ധത്തോടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ആരംഭിച്ചത്. ഇത് ഏതാണ്ട് 200 വർഷത്തോളം നീണ്ടുനിന്നു. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ തൽപരരായിരുന്നില്ല. ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന ഒരു കോളനിയായും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായും ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കോളനി വാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏറെക്കുറെ സ്വാതന്ത്ര്യവും വികസിതവുമായിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. കൃഷി ആയിരുന്നു ജനങ്ങളുടെ മുഖ്യ തൊഴിൽ. പരുത്തി, പട്ടുതുണി തരങ്ങൾ, ലോഹങ്ങൾ, അമൂല്യമായ രത്നക്കല്ലുകൾ തുടങ്ങിയ കരകൗശല വ്യവസായങ്ങൾക്ക് രാജ്യം പ്രസിദ്ധമായിരുന്നു. ഇന്ത്യയിലെ കോളനി ഭരണം പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങൾ അവരുടെ മാതൃരാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി ഉള്ളവയായിരുന്നു. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അസംസ്കൃത വസ്തുക്കളുടെ ദാതാവും ബ്രിട്ടീഷ് വ്യാവസായികോൽപ്പന്നങ്ങളുടെ ഉപഭോക്താവുമായി മാറ്റിത്തീർത്തു. ഇന്ത്യയുടെ ദേശീയ വരുമാനം, ആളോഹരി വരുമാനം തുടങ്ങിയവ വർദ്ധിപ്പിക്കുവാനും യാതൊരു പരിശ്രമവും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. വ്യക്തിപരമായ ചില ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബെ, ഫിൻഡേൽ ഷിറാസ്, വി റാവു, സി ദേശായി എന്നിവർ നടത്തിയ പഠനങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ദേശീയ വരുമാനത്തിന്റെ വാർഷിക വളർച്ചാ നിരക്ക് 2% താഴെയും ആളോഹരി വരുമാനത്തിന്റെ വാർഷിക വളർച്ചാ നിരക്ക് 0.5% താഴെയുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ അടിസ്ഥാനപരമായി ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. 85% ജനങ്ങൾ വസിച്ചിരുന്നത് ഗ്രാമങ്ങളിലായിരുന്നു. കൃഷിയായിരുന്നു അവരുടെ മുഖ്യ ഉപജീവന മാർഗം. കാർഷികോൽപാദനം ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലായി തീർന്നു. ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥ പ്രധാന കാരണങ്ങൾ: ഭൂനികുതി, ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ്. സമ്പ്രദായങ്ങൾ: ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള നികുതി സമ്പ്രദായങ്ങളാണ് കൊളോണിയൽ ഗവൺമെന്റ് നടപ്പിലാക്കിയിരുന്നത്. സെമീന്ദാരി സമ്പ്രദായം, റേട്ടുവാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം എന്നിവയായിരുന്നു അവയിൽ പ്രധാനമായവ. ജമീന്ദാരി സമ്പ്രദായം ഇത് ആദ്യമായി നടപ്പിലാക്കിയത് ബംഗാൾ പ്രസിഡൻസിയിലാണ്. നികുതി ശേഖരിക്കുവാൻ സെമീന്ദാർമാരെയാണ് ബ്രിട്ടീഷുകാർ നിയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരായിരുന്നു ജമീന്ദാർ. ഭൂനികുതിയിലെ ഒരു നിശ്ചിത തുക അവർ ഗവൺമെന്റിന് നൽകണമായിരുന്നു. ഗവൺമെന്റിന് നൽകേണ്ട തുക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ജമീന്ദാർമാർക്ക് അവരുടെ സെമീന്ദാരി അവകാശങ്ങൾ നഷ്ടപ്പെടും. അതിനായി ജമീന്ദാരി സമ്പ്രദായത്തിൽ ജമീന്ദാർമാർക്ക് കർഷകരിൽ നിന്നും പരമാവധി പാട്ടം പിരിച്ചെടുക്കാൻ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ. കർഷകരുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കാതെ ജമീന്ദാർമാർ അവരിൽ നിന്ന് അമിത നികുതി പിരിച്ചെടുത്തു. പൗരാണിക ഉൽപാദന രീതിയുടെ ഉപയോഗം. പുത്തൻ സാങ്കേതിക വിദ്യകളുടെ അഭാവം, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, രാസവളങ്ങളുടെ വളരെ കുറഞ്ഞ ഉപയോഗം എന്നിവ കർഷകരുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും കുറഞ്ഞ ഉൽപാദനക്ഷമതയ്ക്ക് കാരണമാവുകയും ചെയ്തു. അടുത്ത കൃഷിയുടെ വാണിജ്യവൽക്കരണം. വിപണിയിൽ വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെ നാണ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വിഭവങ്ങളായി ഉപയോഗിച്ചിരുന്ന നാണ്യവിളകളുടെ ഉൽപാദനത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ കൃഷിയുടെ വാണിജ്യവൽക്കരണം കർഷകരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയില്ല. ഈ മാറ്റം കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്കും ദാരിദ്ര്യത്തിനും കാരണമായി തീർന്നു. ബംഗാളിലും ഒറീസയിലും ഉണ്ടായ കടുത്ത ക്ഷാമത്തിന് കാരണം നെൽകൃഷിക്ക് പകരം നീലം കൃഷി ചെയ്തതാണ്. അടുത്തത് 4-മത് ഇന്ത്യ വിഭജനം. 1947 ഇന്ത്യ വിഭജനത്തോടെ ഇന്ത്യയുടെ ഏറ്റവും ഫലഭൂയിഷ്ഠവും ജലസേചന സൗകര്യമുള്ളതുമായ ഭൂപ്രദേശങ്ങളുടെ വലിയൊരു ഭാഗം പാകിസ്ഥാന്റെ കയ്യിലായി. 1793 to 1850 കാലഘട്ടത്തിലെ ഇന്ത്യൻ ഭൂവ്യവസ്ഥകൾ. സെമീന്ദാരി സമ്പ്രദായം. 1793 കോൺവാലിസ് പ്രഭു ആവിഷ്കരിച്ച ഭൂവ്യവസ്ഥയാണ് സെമീന്ദാരി സമ്പ്രദായം അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് ആദ്യമായി നടപ്പാക്കിയത് ബംഗാൾ പ്രസിഡൻസിയിലാണ്. ജമീന്ദാർ ഭൂമിയുടെ ഉടമകളായി അംഗീകരിക്കപ്പെട്ടു. നികുതി ശേഖരിക്കുന്ന മധ്യവർത്തികളായി അവർ മാറുകയും ചെയ്തു. അടുത്തത് റയട്ട് വാരി സമ്പ്രദായമാണ്. തോമസ് മൺറോ
ആണ് ഈ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ്. ഇത് ആദ്യം നടപ്പാക്കപ്പെട്ടത് മദ്രാസ് പ്രസിഡൻസിയിലാണ്. ഓക്കെ. ജമീന്ദാരി സിസ്റ്റം ബംഗാൾ പ്രസിഡൻസി, റേറ്റ്വാരി സിസ്റ്റം മദ്രാസ് പ്രസിഡൻസി. ഇത് പിന്നീട് മഹാരാഷ്ട്ര, അസം, പഞ്ചാബ്, കൂർഗ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. നെൽകൃഷി നടത്തുന്ന ആളാണ് റയറ്റ് അഥവാ കർഷകൻ. ഈ സമ്പ്രദായത്തിൽ ഉടമ്പടി ഗവൺമെന്റും കർഷകനും തമ്മിലാണ്. ഇത് പ്രകാരം കർഷകർക്കുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചു. ഭൂനികുതി കർഷകൻ നേരിട്ട് ഗവൺമെന്റിന് നൽകണമായിരുന്നു. കോളനി വാഴ്ചയിൽ നിന്നാണ് കർഷകർ ചൂഷണവും അടിച്ചമർത്തലും അനുഭവിച്ചത്. മഹൽവാരി സിസ്റ്റം, മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് ഉത്തരേന്ത്യയിലായിരുന്നു, നോർത്ത് ഇന്ത്യ. ഓക്കെ. ഗവൺമെന്റ് ഉടമ്പടി ഉണ്ടാക്കിയത് മഹലുകളുടെ ഗ്രാമക്കൂട്ടുകൾ അഥവാ എസ്റ്റേറ്റുകളുടെ തലവന്മാരുമായാണ്. അവർ കർഷകരിൽ നിന്ന് നികുതി പിരിച്ച് ഗവൺമെന്റിന് കൈമാറി. മഹൽവാരി സമ്പ്രദായം ജമീന്ദാരി സമ്പ്രദായത്തിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ്. വ്യവസായ മേഖല, ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇന്ത്യയിൽ ശക്തമായ ഒരു വ്യാവസായിക അടിത്തറ വികസിപ്പിക്കുന്നതിൽ കോളനി ഭരണം പരാജയപ്പെട്ടു. ബ്രിട്ടീഷ് നയങ്ങളെല്ലാം ഇന്ത്യൻ വ്യവസായങ്ങളെ തളർത്തുന്നതായിരുന്നു. ഇന്ത്യയിലെ ലോക പ്രശസ്തനായ കരകൗശല വ്യവസായത്തെ പോലും ഇത് നാശോന്മുഖമാക്കി. ആ സ്ഥാനത്തേക്ക് ആധുനിക വ്യവസായങ്ങൾ വളർന്നു വരുവാൻ ബ്രിട്ടീഷുകാർ അനുവദിച്ചതുമില്ല. ബ്രിട്ടന്റെ വ്യാവസായിക നയങ്ങൾ രണ്ട് ലക്ഷ്യങ്ങളായാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടന്റെ വ്യാവസായിക നയങ്ങൾ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടനിലെ വളർന്നു വരുന്ന വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറുക. ബ്രിട്ടനിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണിയായി ഇന്ത്യയെ മാറ്റുക. അടുത്തത് വ്യവസായ മേഖലയിലുണ്ടായ പ്രത്യാഘാതങ്ങൾ. തദ്ദേശീയ കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച വ്യാപകമായ തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി. പഞ്ചസാര, സിമന്റ്, പേപ്പർ തുടങ്ങിയ മറ്റ് ചില വ്യവസായങ്ങളും ഉയർന്നു വന്നു. വ്യവസായത്തിന്റെ തകർച്ച ഇന്ത്യൻ വിപണിയിൽ തദ്ദേശീയമായ സാധനങ്ങൾക്ക് ക്ഷാമം സൃഷ്ടിച്ചു. ബ്രിട്ടീഷുകാർ ഈ അവസരം ചൂഷണം ചെയ്തു. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വില കുറഞ്ഞ യന്ത്ര നിർമ്മിത വസ്തുക്കൾ അവർ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ വികാസം പ്രാപിക്കാൻ തുടങ്ങിയത്. തുടക്കത്തിൽ പരുത്തി, ചണം വ്യവസായങ്ങളാണ് സ്ഥാപിക്കപ്പെട്ടത്. പരുത്തി വ്യവസായം ബോംബെ പ്രസിഡൻസിയിലും ചണ വ്യവസായം ബംഗാളിലും വളർന്നു വന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായവും സ്ഥാപിക്കപ്പെട്ടു. 1907 ജംഷഡ്പൂരിൽ സ്ഥാപിച്ച ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. വ്യാവസായിക നയത്തിന്റെ പോരായ്മകൾ. ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന്റെ പുരോഗതി വളരെ മന്ദഗതിയിലായിരുന്നു. വ്യവസായ മേഖലയുടെ പ്രധാന പോരായ്മ പൊതുമേഖലയുടെ പരിമിതമായ പ്രവർത്തനമാണ്. ഇന്ത്യയിലെ വ്യവസായങ്ങൾ മിക്കതും ആരംഭിച്ചത് സ്വകാര്യ മേഖലയിലായിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മൂലധന ചരക്ക് വ്യവസായം ഇന്ത്യയിൽ വികസിച്ചിരുന്നില്ല. മിഷനറികളും ഉപകരണങ്ങളും ആയുധങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വികസനം വ്യവസായവൽക്കരണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത്തരം വ്യവസായത്തോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തി. വിദേശ വ്യാപാരം, ഫോറിൻ ട്രേഡ്. ഇന്ത്യ പണ്ടുകാലം മുതൽക്കേ പ്രധാനപ്പെട്ട ഒരു വ്യാപാര രാജ്യമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് വ്യാപാര നയങ്ങൾ ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ ഘടനയെയും ഘടകങ്ങളെയും അളവിനെയുമെല്ലാം പ്രതികൂലമായി ബാധിച്ചു. കയറ്റുമതിയും ഇറക്കുമതിയും. കോളനി വാഴ്ചക്കാലത്ത് ഇന്ത്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനും തുടങ്ങി. അസംസ്കൃത പരുത്തി, സിൽക്ക്, ചണം, പഞ്ചസാര, നീലം തുടങ്ങിയവ രാജ്യം കയറ്റുമതി ചെയ്തു. പരുത്തി തുണി, കമ്പിളി വസ്ത്രങ്ങൾ, ലഘുയന്ത്രങ്ങൾ പോലുള്ള മൂലധന വസ്തുക്കൾ തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ പകുതിയിലധികവും ബ്രിട്ടനുമായും ശേഷിക്കുന്ന ഭാഗം ചൈന, സിലോൺ, ശ്രീലങ്ക, പേർഷ്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായി നടത്താൻ രാജ്യം നിർബന്ധിതമായി. സൂയസ് കനാൽ തുറന്നതോടുകൂടി 1869 ഇന്ത്യൻ വിദേശ വ്യാപാരത്തിന്മേലുള്ള നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കി. കയറ്റുമതി മിച്ചം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഇറക്കുമതിയേക്കാൾ കയറ്റുമതി അനേകമടങ്ങ് വർദ്ധിക്കുകയുണ്ടായി. ഈ കയറ്റുമതി മിച്ചം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്തത്. ഇന്ത്യൻ വിപണിയിൽ വിലക്കയറ്റം ക്ഷാമവും നേരിട്ട്. ഓക്കെ.
കയറ്റുമതി മിച്ചം മുഴുവനും ബ്രിട്ടീഷുകാർ അവരുടെ ഭരണപരമായ ചിലവുകൾ, യുദ്ധ ചെലവുകൾ, വിവിധ സേവനങ്ങളുടെ ഇറക്കുമതി ചെലവുകൾ എന്നിവയ്ക്ക് വിനിയോഗിച്ചു. ഇതെല്ലാം ഇന്ത്യൻ സമ്പദ് സമ്പത്തിന്റെ ചോർച്ചയിലേക്ക് നയിച്ചു. താങ്ക് യു വെരി മച്ച്. Thank you very much for listening me. We'll see you next video.